നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വാർത്ത കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. CPM കേന്ദ്രങ്ങളെയും AKG സെന്ററിനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ നീക്കം. ശനിയാഴ്ച അതീവ രഹസ്യമായി നടന്ന ചോദ്യം ചെയ്യൽ വിവരം പുറത്തു വന്നതോടെ പാർട്ടി നേതൃത്വം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് അടിയന്തര ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാരിനും പാർട്ടിക്ക് നേരിട്ട് തിരിച്ചടിയാകുന്ന ഈ വിഷയം പുറം ലോകം അറിയാതിരിക്കാൻ ഭരണകൂടം പരമാവധി ശ്രമിച്ചുവെങ്കിലും വിവരം കാട്ടുതീ പോലെ പടർന്നത് രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളികൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പോലും കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ വിവരം മറച്ചുവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്നും തിരിച്ചടികൾ ഉണ്ടായിട്ടില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഭരണതലത്തിലെ ഉന്നതനായിട്ടുള്ള മുതിർന്ന മന്ത്രിക്കെതിരെ അന്വേഷണം നീങ്ങുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിവരം പൂഴ്ത്തിവെക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുവെന്നും ഒടുവിൽ വസ്തുതകൾ പുറത്തു വന്നപ്പോൾ പാർട്ടി നേതൃത്വം അപ്രതീക്ഷിതമായിട്ടുള്ള പതർച്ചയിലാണ് എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ കൂടാതെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അന്വേഷണ സംഘം വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ഭീഷണിയിലാണെന്നും ഏത് നിമിഷവും നടപടികൾ ഉണ്ടായേക്കാം എന്നുള്ള ഭയത്തിലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിലവിൽ ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ടെങ്കിലും അക്കാലയളവിലെ സുപ്രധാന വിവരങ്ങൾ SIT ശേഖരിച്ചു കഴിഞ്ഞു. മുൻപ് പലതവണ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴും അന്വേഷണ സംഘം പിന്മാറുകയായിരുന്നുവെങ്കിലും ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലോടെ SITക്ക് നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്നത്തെ ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അന്വേഷണം എന്തുകൊണ്ട് മന്ത്രിതലത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചും കോടതി ചോദിച്ചിരുന്നു. ജനുവരി ആദ്യവാരം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കോടതിയുടെ രൂക്ഷ വിമർശനം ഒഴിവാക്കാനാണ് SIT ഇപ്പോൾ തിടുക്കപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ഈ നടപടി അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒരു വലിയ പ്രചരണ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമുണ്ടെന്ന ആരോപണം കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അന്നത്തെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് നൽകിയ കത്തുകളെക്കുറിച്ച് അദ്ദേഹം കള്ളം പറഞ്ഞുവെന്നും ആരോപണമുണ്ട്. താൻ അറിഞ്ഞില്ലെന്ന മന്ത്രിയുടെ നിലപാട് വിശ്വസനീയമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മന്ത്രി എന്ന നിലയിൽ തൻ്റെ വകുപ്പിൽ നടന്ന കാര്യങ്ങൾ അറിയില്ലെന്ന് പറയുന്നത് പദവിക്ക് നിരക്കാത്തതാണെന്ന വിമർശനവും ഇപ്പോൾ ശക്തമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് ഈ അന്വേഷണം ഇപ്പോൾ പുതിയ തലം നൽകുകയാണ്. സതീശൻ തന്നെ സ്വർണം കട്ട കള്ളനെന്ന് വിളിച്ചതിനെതിരെ കടകംപള്ളി മാനനഷ്ടത്തിന് കേസ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണം തന്നിലേക്ക് നീളുമ്പോൾ കടകംപള്ളി വലിയ പ്രതിസന്ധിയിലാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വപ്നം കണ്ടിരുന്ന അദ്ദേഹത്തിന് സ്വന്തം വാർഡിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും ഇപ്പോൾ പിന്തുണ കുറയുന്നതായിട്ടാണ് റിപ്പോർട്ട്. പ്രാദേശിക തലത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ പടയൊരുക്കം നടക്കുന്നത് പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അന്വേഷണം നേരിടുന്ന മറ്റൊരാൾ പത്മകുമാർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നടത്തിയ പ്രതികരണം ഇതിൽ കൂടുതൽ ദുരൂഹതകൾ നിറയ്ക്കുന്നുണ്ട്. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നും താൻ ആരെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭരണതലത്തിലെ ദൈവതുല്യരായിട്ടുള്ള പലരിലേക്കും അന്വേഷണം നീളുമെന്നതിൻ്റെ സൂചനയാണ്. ഹൈക്കോടതിയുടെ കർശന നിലപാട് ഉള്ളതുകൊണ്ട് തന്നെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ഇനി സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ് പല നേതാക്കളും. ഇത് പാർട്ടിയെ ഒരു വലിയ പാതാളക്കുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില വിജയങ്ങൾ ഉയർത്തിക്കാട്ടി ശബരിമല വിഷയം തങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ വാദിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വിയർക്കുമെന്ന് പ്രാദേശിക നേതാക്കൾ പോലും ഇപ്പോൾ ഭയപ്പെടുന്നു. പണക്കൊഴുപ്പ് കൊണ്ടാണ് തദ്ദേശത്തിൽ തിരിച്ചടി ഉണ്ടായതെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം വില പോകുമെന്ന് കണ്ടറിയണം. ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യൽ ഒരു തുടക്കം മാത്രമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണ കവർച്ച വിവാദം CPMന് വലിയ തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്.